ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇതാണ്. ഒരു ബലൂണ് പോലത്തെ ഒരു അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട നല്ലൊരു അഭിപ്രായം പറഞ്ഞ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഷോപ്പിലേക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഇതുണ്ടാക്കാൻ ഞാനിതാ കുറച്ച് ഈസ്റ്റാണ് എടുത്തത്. 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത്. 3/4 കപ്പോളം ഉണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു പൊടിയിൽ തന്നെ ഇട്ട് മിക്സാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ക്ലിയറായി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി വെച്ചതാണ് കേട്ടോ. ഇനി ഞാനിത് ഫെർമെൻ്റ് ആവാൻ വെക്കുന്നില്ല, ഡയറക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾ വലിയ തരിയുള്ള ഈസ്റ്റാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഡയറക്റ്റായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ ഞാൻ 2.5 കപ്പോളം ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ ഒഴിച്ച വെള്ളം പോരാ കേട്ടോ, അത് കുറച്ചും കൂടെ വെള്ളം നമ്മൾക്ക് ആവശ്യമുണ്ടാവും. നമ്മൾ 3/4 കപ്പ് മാത്രമല്ലേ വെള്ളം ഒഴിച്ചത്, അതെന്തായാലും തികയില്ല. നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമ്മൾക്ക് ബാക്കിയുള്ള വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ, ഒന്നിച്ച് ഒഴിക്കണ്ട. ബാക്കി ഇതാ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതും ഞാൻ ഇളം ചൂടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് 1/4 കപ്പോളം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് 1 കപ്പോളം വെള്ളം ഇതിനായിട്ട് വേണ്ടി വന്നതിന്. നല്ലോണം ടൈറ്റ് ആക്കണ്ട, നല്ലോണം ലൂസ് ആക്കണ്ട. ചപ്പാത്തി മാവ് പോലെ അത്ര ടൈറ്റ് ആക്കാനും പാടില്ല, ഒരുപാട് ലൂസാക്കാനും പാടില്ല. അപ്പോൾ കുറച്ച് ഇത് മിക്സായതിന് സമയത്ത് ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ ഏതോ ആണെങ്കിൽ യൂസ് ആക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കട്ടിയിലാണ് നമുക്കിത് വേണ്ടത്. നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് നമ്മളെ കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിലുള്ള അങ്ങനെ അത്രയും ടൈറ്റിൽ നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഇതാ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കാം കേട്ടോ. ഒരു 1-2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഇവിടെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, അപ്പോൾ 1 മണിക്കൂർ തന്നെ ഇത് ധാരാളമാണ്. അപ്പോൾ ഇത് അടച്ചു വെക്കാം. അപ്പോൾ ഇത് റെഡിയാകുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് പരിപ്പാണ് എടുത്തത്. 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പരിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ വെന്തതിന് ശേഷം ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. 1/2 കപ്പോളം തേങ്ങയുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് മധുരത്തിൻ്റെ ഫില്ലിങ്ങാണ് കേട്ടോ ഞാനിവിടെ കൊടുക്കുന്നത്. എപ്പോഴും എരിവിൻ്റെ തന്നെ ആകുമ്പോൾ അവർ പറഞ്ഞതാണ് ഒരു മധുരത്തിൻ്റെ ഇതും കൂടി വേണം എന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ധൈര്യമായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതിലോട്ട് ഇതാ കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണും നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു ഫില്ലിങ് ഇതിലേക്ക് നല്ല ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് ഞാൻ ഏലക്കപ്പൊടിയും നെയ്യും ചേർത്തത്. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാ നമ്മൾ കുഴച്ച് വെച്ചത് ഇതാ നല്ല സൈസ് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ കുഴച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ ഉരുളയിലേക്കും നന്നായിട്ട് എണ്ണ ആയി കിട്ടണം. അല്ലെങ്കിൽ ഇത് നമ്മളിങ്ങനെ വെച്ച് ഓരോന്നുണ്ടാക്കുമ്പോഴും ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ എണ്ണ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ വീണ്ടും ഇത് ആ ഒരു ഡബിൾ സൈസ് പോലെ ഇങ്ങനെ വീർത്ത് വരും. ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മോൾ ഭാഗം ഒരു ഉണങ്ങിയ പോലെ ഉണ്ടാവും.
അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ചു വെക്കുന്നത്. ഇനി നമ്മളിത് പരത്തുന്ന സമയത്ത് ആ ഒരു ഇതിലേക്കും കുറച്ച് പൊടി ഇടണം, മൈദപ്പൊടി ഇട്ട് ഒന്ന് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് നല്ലോണം ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ, പരത്തുന്ന സമയത്ത് ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. കൂടുതൽ ചേർക്കണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല തിന്നാക്കി തന്നെ പരത്താം. നമുക്കിത് 2 രീതിയിൽ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പരത്തി വെച്ചിന് ഒന്ന് ഷേപ്പാക്കിയ ശേഷം അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. സൈഡെല്ലാം ഒന്ന് മാറ്റിയ ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. ഫില്ലിങ് കൂടുതൽ വെക്കണ്ട കേട്ടോ. ഒരു 1.5-2 ടേബിൾ സ്പൂണൊക്കെ നമുക്കിതിലേക്ക് വെക്കാം. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വലിഞ്ഞ് നിൽക്കുന്ന പോലെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സൈഡെല്ലാം കൈ കൊണ്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു സൈസ്. ഫില്ലിങ്ങെല്ലാം വെച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് അതിലേക്ക് മൈദ എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിലേക്ക് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ട്. അടുത്തൊരു ഷേപ്പ് ഞാൻ കാണിച്ചു തരാം. ഷേപ്പൊക്കെ ഒരേ രീതിയിൽ റൗണ്ട് തന്നെയാണ്, പക്ഷേ ഉണ്ടാക്കുന്നതില്ലാന്ന് ചെറിയൊരു വ്യത്യാസം. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇടുന്ന സമയത്ത് സൈഡിലൊന്നും ആവാതെ നടുഭാഗത്തായിട്ട് തന്നെ ഇടണം. എന്നിട്ട് ഇതും അടക്കിയെടുത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. സൈഡിലൊക്കെ ആയെങ്കിൽ നമ്മളിതിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് അത് ഒട്ടാതെ രീതിയിലും പിന്നെ പൊരിക്കുന്ന സമയത്ത് എല്ലാം എണ്ണയിലേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിലേക്ക് ആവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് കൈ കൊണ്ട് ചെയ്തതിന് ശേഷം ഇതിനെ കൊണ്ട് നമ്മൾ ഈ ഒരു ക്യാപ്പിനെ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു ഷേപ്പും കിട്ടും, നല്ല രീതിയിൽ അത് ഒട്ടിയിട്ടും ഉണ്ടാവും കേട്ടോ. ഇനി ഇത് ഓരോന്ന് എടുക്കുന്ന സമയത്ത് നല്ലോണം സൂക്ഷിച്ചിട്ട് എടുക്കണം. അത് വലിഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. നല്ല രീതിയിൽ അതിന് വേദനിപ്പിക്കാത്ത രീതിയിൽ എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഇങ്ങനെ വലിഞ്ഞ പോലെ ആയെങ്കിൽ അതിൻ്റെ ഷേപ്പും മാറും, പിന്നെ പൊങ്ങിയിട്ടും വരില്ല. അപ്പോൾ ഇതുപോലെ കയ്യിൽ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് കമൻറ്റ് വരുന്നത് ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിൻ്റെ എല്ലാം നോക്കിയിട്ടാണ് കേട്ടോ പ്രൈസ് ഇടുന്നത്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഓരോ സ്നാക്കിന് എത്രയാണ് നമ്മൾ ഷോപ്പിൽ എടുക്കുക, അതിൽ നിന്ന് കുറച്ചിട്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലായിരിക്കില്ല പ്രൈസൊന്നും. പിന്നെ ഒരു മൈദയിലോട്ടാണ് കേട്ടോ മിക്സാക്കി എടുത്തത്. മൈദയും വെള്ളവും ഒഴിച്ചിട്ട് ആ ഒരു മിക്സിയിലോട്ട് ഇട്ടതിന് ശേഷം ബ്രെഡ് പൊടിയിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾക്കൊന്ന് മാറ്റി വെക്കാം. ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെറിയ എമൗണ്ടിൽ തന്നെയാണ് കേട്ടോ തുടങ്ങേണ്ടത്. വലിയ എമൗണ്ട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് അവിടെ സ്റ്റോപ്പാവുന്ന പോലെ തന്നെ ആവും. അപ്പോൾ ചെറിയ എമൗണ്ടിൽ തുടങ്ങുക. പിന്നെ നിങ്ങളത് സ്നാക്കായാലും നിങ്ങൾ ഏതായിട്ട് ഉണ്ടാക്കുന്നത് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ എമൗണ്ടൊന്നും വലിയ ലാഭമൊന്നും ആദ്യം പ്രതീക്ഷിക്കരുത്. ചെറിയൊരു ലാഭത്തിൽ നമ്മൾ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി പൊരിച്ചെടുക്കുക. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ. പിന്നെ കുറേ ആൾക്കാരുടെ സംശയമാണ് ബ്രെഡിനെ കുറിച്ച്. ബ്രെഡ് എവിടെ നിന്നാണ് വലിയ സൈസുള്ള ബ്രെഡ് കിട്ടുക, ഞങ്ങളുടെ നാട്ടിൽ ബ്രെഡ് അങ്ങനെ കിട്ടാനില്ല, വലിയ ബ്രെഡ് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതി ചെയ്താൽ മതി കേട്ടോ. ബ്രെഡ് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്യണം. പരത്തുന്ന സമയത്ത് നല്ലോണം തിന്നാക്കണ്ട, നല്ല ലൈറ്റായിട്ട് പരത്തുക. സൈഡൊന്നും പൊട്ടാത്ത രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് പരത്തുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്തൊക്കെ എന്നിട്ടാകുമ്പോൾ കുറച്ചും കൂടെ വലിയ സൈസായിട്ടുള്ള ബ്രെഡ് കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു സ്നാക്ക് പൊരിക്കുന്ന സമയത്തും നമ്മൾ എങ്ങനെയാണ് എടുത്തത് അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ എണ്ണയിലേക്ക് ഇടേണ്ടതും. അപ്പോൾ അതിന് വേദനിപ്പിക്കാത്ത രീതിയിൽ മെല്ലെ എടുത്ത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം വേവാതെ രീതിയിലുണ്ടാവും. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു സ്നാക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഒരു ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് വരെ വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഫ്ലെയിം കൂട്ടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ചെറിയ ഫ്ലെയിം കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കളറിലേക്ക് ആക്കിയെടുക്കുന്നത്.
നമ്മൾ ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെങ്കിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ബലൂൺ ടൈപ്പ് വരുന്നത്, നല്ല പൊങ്ങി വരുന്ന ഒരു സ്നാക്കായിട്ട് കിട്ടും. അപ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ലൊരു വലിയ സൈസായിട്ടും നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടും. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ മതി, നമ്മുടെ വയറും നിറയും. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുള്ളത് എത്ര ചിക്കൻ എടുക്കണം, എത്ര സവാള എടുക്കണം എന്നല്ല. അപ്പോൾ അവരുടെ ആ ഒരു ഇതിൽ തന്നെ ഞാൻ കമൻറ്റിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൽ ചിക്കനും സവാളയും മാത്രമല്ല ബാക്കിയുള്ള വെജിറ്റബിൾസും എല്ലാം കൂടിയിട്ടാകുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു അളവ് പറയുന്നത്. 50 പീസിനാവട്ടെ 10 പീസിനാവട്ടെ നമ്മൾ ആ ഒരു എല്ലാം കൂടി എടുക്കുമ്പോഴാണ് അത്ര കിട്ടുന്നത്. വെറും സവാളയും ചിക്കനും മാത്രമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഓർഡർ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എന്നും നമ്മുടെ പോക്കറ്റ് ഷവർമ ഉണ്ട്, പിന്നെ റോളുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ ഒരാൾ ചോദിച്ചാലും 2 ആൾ ചോദിച്ചാലും ഞാൻ ആ ഒരു റെസിപ്പി ഉണ്ടാക്കലുണ്ട്, അതിൻ്റെ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടി പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.